ഹൈ ഓൾസോ മക്കളെ, നമ്മൾ ക്ലാസ് 12 CBSE അക്കാദമിക് ഇയർ ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാം 11th CBSE കമ്പയർ ചെയ്യുമ്പോൾ 12th CBSE ഒക്കെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ഈ കഴിഞ്ഞ അക്കാദമിക് ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല, ഒന്നിനെ കുറിച്ചും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു അക്കാദമിക് ഇയർ പറയുമ്പോൾ എന്താണ്, ഭയങ്കര ടെൻഷനാണ് നമുക്ക് ആലോചിക്കുമ്പോൾ. പ്രത്യേകിച്ച് എന്താണ് 12th ബോർഡ് എക്സാം ഉള്ളത് കൊണ്ടാണ്. സോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയിൽ നല്ല രീതിക്ക് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് തുടക്കം മുതൽ തന്നെ എന്താണ് ഫോളോ ചെയ്യുന്നത്, അതായിരിക്കും നമ്മൾ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കുക അല്ലേ. ഇപ്പോൾ ലാസ്റ്റ് ഒരു 3 മാസം മാത്രം നല്ലോണം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, തുടക്കം മുതൽ തന്നെ പഠിക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മക്കൾക്ക് ഓൾറെഡി നമ്മുടെ അഗ്നി ബാച്ചിൽ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റിൻ്റെ ഏകദേശം ഐഡിയ കിട്ടിക്കാണും. 11th കമ്പയർ ചെയ്യുമ്പോൾ 12th എന്തുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട് സിലബസിൽ വരുമ്പോൾ. ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ് എടുക്കുവാണെങ്കിൽ തന്നെ 11th നിങ്ങൾക്കുള്ള ചാപ്റ്റേഴ്സിനേക്കാൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് 12th വരുന്നത്. കൂടാതെ 11th കുറേ പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉഴപ്പി നടന്നിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ 11th ബേസിക്സ് ആണ് 12th ഏറ്റവും ആവശ്യമുള്ള കാര്യം. അപ്പോൾ 11th ബേസിക്സും ലാക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ലാസ്റ്റ് നിമിഷം മാത്രം പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, 12th CBSE റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ബാച്ചിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു ക്ലാസ് എടുക്കുമ്പം, ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലേക്ക് ആവശ്യമുള്ള +1 പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ കൂടെ എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റ് ആയിട്ട് ബേസിക്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എങ്ങാനും ബേസിക്സിൽ നിങ്ങൾ സ്ട്രോങ് അല്ലെങ്കിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ്. കാരണം ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ എന്ത് പഠിച്ചാലും ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വേണ്ടി എടുത്ത് നോക്കിയാൽ മതി. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ അറിയാം, എല്ലാ ക്വസ്റ്റ്യൻസും അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത്യാവശ്യം ചെയ്ത് പഠിക്കേണ്ട, അത്യാവശ്യം ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഫിസിക്സ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, JEE ലെവൽ ക്വസ്റ്റ്യൻസ് പോലും CBSE കാണാറുണ്ട്. അപ്പം അത്രയും എന്ത് ചെയ്യണം, മക്കൾ ആത്മാർത്ഥമായിട്ട് പഠിക്കണം. ഇതുവരെ എന്ത് പഠിച്ചു എന്നുള്ളത് ആരും ചോദിക്കില്ല. 12th നിങ്ങൾ റിസൾട്ട് എന്ന് പറയുന്നത് മക്കളെ ഒരുപാട് സ്ഥലത്ത് ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട്. നിങ്ങൾ ഇനി ഇത് കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണമെന്നും ഏത് കോളേജ് ചൂസ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നതിൽ നിങ്ങൾ 12th CBSE മാർക്കിലും നിങ്ങൾ 12th CBSE അല്ലെങ്കിൽ 11th അക്വയർ ചെയ്തിരിക്കുന്ന ആ നോളജിനും എന്തുണ്ട്, ഭയങ്കര റോളുണ്ട്. ഇത് കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാം ഉണ്ട്, ഇത് കഴിഞ്ഞാൽ വേറെ കോളേജസ് ഉണ്ട്. നമുക്ക് എന്തായാലും അതിനൊക്കെ ബേസ് എന്താണ്, ഈ +1 +2 കാലഘട്ടം തന്നെയാണ്. അതെന്ത് ചെയ്യണം, ഭംഗിയായിട്ട് മക്കൾ പഠിക്കണം. സോ പൊതുവേ നമ്മൾ ഇതൊക്കെ പറഞ്ഞു തരാറ് എക്സാമിൻ്റെ ഒരു 3 മാസം മുന്നേയൊക്കെയാണ് നമ്മൾ ടിപ്സിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറയാറ്. ഞാൻ നിങ്ങൾക്ക് പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. മക്കളെ എന്ത് കാര്യമാണെങ്കിലും സ്റ്റാർട്ടിങ് മുതൽ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, പഠിക്കുക. എക്സാം അനുബന്ധിച്ച് മാത്രം പഠിക്കാതെ ഇപ്പോഴേ പഠിക്കുക. ഒരു ദിവസം എന്ന് പറയുമ്പോൾ മിനിമം 4 hours എങ്കിലും പഠിക്കുക. 4 hours എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ക്ലാസ്സിന് ടൈമും സ്കൂളിലെ ടൈമും എല്ലാം ഒഴിച്ചുള്ള നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ എടുക്കുന്ന സമയമാണ് മിസ് 4 hours എന്ന് ഉദ്ദേശിക്കുന്നത്. ആ 4 hours എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് നല്ല രീതിക്ക് പഠിക്കുക. എന്ത് ചെയ്യുക, ഒരു മിനിമം ഒരു 6 hours മാത്രം ഉറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ബാക്കി സമയം എന്ത് ചെയ്യുന്നതാണ് പഠിക്കാൻ വേണ്ടി നോക്കുക. കൂടുതൽ ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന കാര്യം തന്നെയാണ്, പറ്റാത്ത കാര്യമൊന്നുമല്ല. നല്ല രീതിക്ക് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിൽ ഏറ്റവും ആവശ്യമുള്ള മറ്റൊരു കാര്യം സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് NCERT ബുക്ക് എടുത്ത് കവർ ചെയ്ത് പഠിക്കുക പറയുമ്പം എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ PYQ തപ്പി പിടിച്ചിട്ട് ചെയ്ത് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം ഒരു സപ്പോർട്ടാണ്. ഒരു ഫാക്കൽറ്റി സപ്പോർട്ട് വേണം, നല്ല ഫീച്ചേഴ്സിന് സപ്പോർട്ട് വേണം, ഒരുപാട് മെറ്റീരിയൽ സപ്പോർട്ട് വേണം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ അഗ്നി ബാച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ സൈലത്തിൽ ഫോളോ ചെയ്യുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻസ്റ്റാ ലേൺ, മൈൻഡ് മാപ്പ്, അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും പേൾ ആക്സസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിനി വിട്ടുപോയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവസാന നിമിഷം മാത്രം ജോയിൻ ചെയ്യുമെന്ന് കാത്തിരിക്കുന്നവരെന്ത് ചെയ്യുക, ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക, ഇപ്പം തന്നെ കൂടെ പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യണം, ഒരു ക്ലാസ് പോലും പെൻഡിങ് വെക്കാതെ എല്ലാം വൃത്തിയായി ഫോളോ ചെയ്ത് നമുക്ക് പഠിച്ചെടുക്കണം. സോ വിട്ടുപോയ ആൾക്കാർ ഈ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഇനി ഒട്ടും വൈകണ്ട, നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു അക്കാദമിക്ക് കളറാക്കണം.